Fellow students, +2 അക്കൗണ്ടൻസി ഓണം എക്സാമിനേഷന് നമ്മുടെ അക്കൗണ്ടൻസിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഏരിയ ആണ് MCQ, അതായത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഓണം എക്സാമിനേഷന്റെ അക്കൗണ്ടൻസി പോർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ വരെയാണ് നമ്മുടെ ഓണം എക്സാമിനേഷന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ണർഷിപ്പ് ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഷെയർ ഡാഷ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ഡെഫിനേഷന്റെ ഭാഗത്തുള്ള ഒരു MCQ ആണ് അല്ലെ. ഡിഫൈൻ പാർട്ണർഷിപ്പിന്റെ MCQ ആണ്. നമുക്കറിയാം അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, പ്രോഫിറ്റ് ലോസ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ലോസ് ആണ്. പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയില്ലേ, പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്കറിയാം ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പാർട്ട്നേഴ്സ് മ്യൂച്വലി എഗ്രീഡ് ആവുന്നത്. അസറ്റ് എന്ന് പറയുന്നതൊക്കെ ആൻസറിനോട് അടുത്ത് നിൽക്കുന്ന ആൻസർ ആണ്. ലയബിലിറ്റി ആയാലും ക്യാപിറ്റൽ ആയാലും ഒക്കെ. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് ആണ്. കം ടു ദ സെക്കൻഡ് MCQ. Identify the name of the account which is prepared to show how the profits are distributed among the partners. ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൃത്യമായിട്ട് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കം ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? It is very important. A minor cannot be admitted as a partner. True ആണോ false ആണോ നോക്കണം. A minor, അതായത് 18 വയസ്സ് താഴെയാണ്. A minor can be admitted as a partner only into the benefits of the partnership. A minor can be admitted as a partner, but his rights and liabilities are same of adult partner. None of the above. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ മൈനർ കനോട്ട് ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ, അത് ട്രൂ അല്ല, അത് ഫോൾസ് ആണ്. എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ ഓൺലി ഇൻ ടു ദ ബെനിഫിറ്റ്സ്, ഇത് കറക്റ്റ് ആണ്. എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ ബട്ട് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ സെയിം അഡൾട്ട് പാർട്ണർ, റോങ് ആണ്. നൺ ഓഫ് ദിസ് അല്ല. അപ്പം കറക്റ്റ് ആൻസർ ബി ആണ്. ആൻഡ് കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിലേഷൻ ഓഫ് പാർട്ണർ വിത്ത് ദ ഫേം ഈസ് ദാറ്റ് ഓഫ് ഡാഷ്. ഓണർ ആണോ, ഏജന്റ് ആണോ, ഓണർ ആൻഡ് ഏജന്റ് ആണോ, മാനേജർ ആണോ? കാരണം പാർട്ട്നേഴ്സ് തമ്മിൽ റിലേഷൻ ചോദിക്കുന്നത് ഏജന്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then when partnership agreement is silent, നമുക്കറിയാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? നൺ ആണ്. നമ്മുടെ MCQ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ആക്റ്റീവ് പാർട്ണർ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കിടക്കുന്നുണ്ട്. കോൺട്രിബ്യൂട്ടർ ലാർജ് എമൗണ്ട് അല്ലെ, ആരാണോ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഗ്യാരണ്ടീഡ് പറഞ്ഞത് കാണുന്നുണ്ട്. അപ്പൊ നൺ, ഡി ആണ് കറക്റ്റ് ആൻസർ. ലയബിലിറ്റി ഓഫ് പാർട്ണർ ഈസ് ഡാഷ്. ഫീച്ചേഴ്സ് ആണ് അല്ലെ, പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് ആർ unlimited. It is not limited. It is not determined by the court and determined by the partnership act. It is unlimited എന്നാണ് അല്ലേ. When partnership deed is silent about the salary, സാലറിയെ കുറിച്ച് പാർട്ണർഷിപ്പ് ഡീഡിൽ സൈലന്റ് ആണ്, ഒന്നും പറയുന്നില്ല. Absence of partnership deed, ആർക്കാണ് നമുക്ക് സാലറി കൊടുക്കാൻ സാധിക്കുക? Who will get which partner will get the salary? Active partner, സ്ലീപ്പിംഗ് ആണോ, ഗ്യാരണ്ടീഡ് ആണോ? ഇവിടെയും ആൻസർ നൺ തന്നെയാണ്. നമുക്കറിയാം absence of partnership deedൽ നമുക്ക് ഒരുപാട് റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ റൂൾസ് ആയിട്ട് ബന്ധപ്പെട്ട് MCQ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആണ്. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ഓൾസോ കോൾഡ്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന എഗ്രിമെന്റ് ആണ്. ഇതിനെ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്. പ്രോസ്പെക്ടസ് ആണോ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണോ, ആർട്ടിക്കിൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ണർഷിപ്പ് ആണോ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് ആണ്. ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ. മറ്റൊരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, it is related to the partner's capital account. Under fixed capital method, the interest on drawings is dash. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കാറുണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും അല്ലേ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. ഇനി അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ കൺഫ്യൂഷൻ മാത്രമാണ്. കറണ്ട് അക്കൗണ്ട് ആണെന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് സൈഡ് ആണ്. ആൻസർ വിൽ ബി ഡി. ഇൻ ദ എബ്സൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, ദ allowable rate of interest on partners loan. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, പ്രോഫിറ്റ് ഷെയറിന്റെ ഇഷ്യൂ എങ്ങനെയാണ്, സാലറി ആർക്കെല്ലാം കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ പെർസെന്റ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ പെർസെന്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡിലെ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ലോൺ അലൗ ചെയ്യുകയാണെങ്കിൽ, ലോണുകൾ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 6% ഇൻട്രസ്റ്റ് ആണ്. 6% സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്, 6% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്, 12% സിമ്പിൾ ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ 6% പെർ ആനം. ഓക്കെ, ദെൻ which of the following items cannot be recorded in the profit and loss appropriation account? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റം ഏതാണ്? ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യും, പാർട്ട്നർ സാലറി റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ആൻസർ സി ആണ്, റെന്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ആണ്.
Okay. Then if partners are entitled to get interest on capital as per the agreement, such interest is payable. ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ആണെങ്കിൽ അത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓൺലി ഔട്ട് ഓഫ് ബാങ്ക് ബാലൻസ്, ഓൺലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഓൺലി ഔട്ട് ഓഫ് സെയിൽസ്, ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ആൻസർ. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഷുഡ് ബി ഷോൺ ഇൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിന്റെ മറ്റൊരു രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടിലാണ്, അത് ഡെബിറ്റ് സൈഡ് ആണ് എന്നുള്ളതാണ് നേരത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഇഫ് an incoming partner brings the premium of goodwill in cash. Okay, incoming partner admission എന്ന് പറയുന്ന ചാപ്റ്ററിലെ MCQ ആണ്. ഇൻകമിംഗ് പാർട്ണർ പ്രീമിയം കൊണ്ടുവരും, അത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരും. ഇറ്റ് വിൽ ബി ഷെയർഡ് ബൈ ദ ഓൾഡ് പാർട്ണേഴ്സ്. അത് ഓൾഡ് പാർട്ണേഴ്സ് ഷെയർ ചെയ്യും. അത് ഏത് റേഷ്യോ എന്നാണ്? ന്യൂ റേഷ്യോ അല്ല, ക്യാപിറ്റൽ റേഷ്യോ അല്ല, ഓൾഡ് റേഷ്യോ അല്ല. ഇറ്റ് വിൽ ബി സാക്രിഫൈസിംഗ് റേഷ്യോ. ചില സമയത്ത് സാക്രിഫൈസിംഗ് റേഷ്യോ ഓൾഡ് റേഷ്യോ സെയിം ആയിരിക്കും. ഇനി അടുത്തത്, ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ബൈ ഇൻകമിംഗ് പാർട്ണർ ഇൻ ക്യാഷ് ക്രെഡിറ്റഡ് ടു ഡാഷ്. നമുക്ക് ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഓൾഡ് പാർട്ണേഴ്സിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ കൊടുക്കണം. ഫസ്റ്റ് ആൻസർ തന്നെ റൈറ്റ് ആണ്. ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ന്യൂ റേഷ്യോ അല്ല, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ന്യൂ പാർട്ണർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾഡ് പാർട്ണേഴ്സിനാണ്, അത് ഓൾഡ് റേഷ്യോയിലാണ്. നമുക്ക് അങ്ങോട്ട് കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരിക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഒരു ഫേമിന്റെ അകത്ത് ഒരു പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അവിടെ അഡ്മിഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അത് കാരണം അഡ്മിഷൻ ആവാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിന്റെ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ അത് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവാം. അപ്പൊ ഇവിടെ ഒന്നുമല്ലാത്ത ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ ഒരിക്കലും റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ബിസിനസ് അവസാനിപ്പിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓണം എക്സാമിനേഷൻ വരെ മാത്രം പഠിക്കാനുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് അഡ്മിഷൻ ഇനിയും MCQ പഠിക്കാനുണ്ട്. അത് അടുത്ത നിങ്ങൾ ഹാഫ് ഇയർ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ ഡിസൊല്യൂഷൻ ഒക്കെ പഠിക്കാനുണ്ട്. സോ അടിപൊളിയായിട്ടിരിക്കുക. ഇത്തരത്തിലുള്ള MCQ നമ്മൾ ഒരിക്കലും മിസ്സാവാൻ പാടില്ല. നല്ലപോലെ ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക.